ഞാൻ ഈ മണ്ഡലത്തിൽ വന്നതിന് ശേഷം ഇന്ന് 6 ആഴ്ച പിന്നിട്ടു. ഇനിയിപ്പം തെരഞ്ഞെടുപ്പ് പ്രചരണം അവസാനിക്കാൻ 10-15 ദിവസമേ ഉള്ളൂ. ഈ മണ്ഡലം വലിയൊരു മണ്ഡലമാണ്. ആ മണ്ഡലത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും പോകാൻ പരിശ്രമിക്കുന്നു. ഇതൊക്കെ എത്തിപ്പെടാൻ വളരെ വിഷമമുള്ള സ്ഥലങ്ങളാണ്. കാര്യം ഇവിടുത്തെ റോഡുകളൊക്കെ എങ്ങനെയാണെന്ന് നിങ്ങളും കണ്ടു കാണും. ഇന്ന് ഇന്ത്യയിൽ എല്ലായിടത്തും നമ്മൾ വികസനം നടത്തുമ്പോൾ കഴിഞ്ഞ 10-15 വർഷമായി ഇവിടെ ഒരു MP ഉണ്ടായിട്ട് ഇവിടെ വികസനമൊന്നും നടന്നിട്ടില്ല. ഇവിടെ ഒരു രീതിയിലും വികസനം നടക്കുന്നില്ല. അടിസ്ഥാന സൗകര്യങ്ങൾ പോലുമില്ല. ഞാൻ ഇന്നലെ പത്തനംതിട്ട പ്രസ് ക്ലബ്ബിൽ വെച്ച് അടുത്ത 5 വർഷം ഈ മണ്ഡലത്തിൽ എന്തൊക്കെ ചെയ്യാൻ സാധിക്കുമെന്നുള്ളതിനെക്കുറിച്ച് വളരെ വ്യക്തമായൊരു രൂപരേഖ ഞാൻ ഇറക്കിയിട്ടുണ്ട്. ഇന്ന് രാവിലെ നമ്മുടെ ദേശീയ മാനിഫെസ്റ്റോ പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി തന്നെ റിലീസ് ചെയ്തിട്ടുണ്ട്. അതിൽ പത്തനംതിട്ടയിലെ പ്രധാനപ്പെട്ട ചില വിഷയങ്ങളെല്ലാം അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഞാനും കൂടെ മെമ്പറായിട്ടുള്ളൊരു കമ്മിറ്റിയാണ്. പത്തനംതിട്ടയിലൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയങ്ങളിലൊന്ന് ഈ മാൻ ആനിമൽ കോൺഫ്ലിക്റ്റാണ്. അതിനെ നേരിടുന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ ദേശീയ മാനിഫെസ്റ്റോയിൽ ശ്രീ നരേന്ദ്രമോദിജി തന്നെ നേരിട്ടെന്ന് അദ്ദേഹം അത് പുറത്തിറക്കിയിട്ടുണ്ട്. ഞാൻ ഈ മണ്ഡലത്തിൽ അടുത്ത 5 വർഷം ഒരു MP എന്നുള്ള നിലയിൽ എന്തൊക്കെ ചെയ്യാൻ സാധിക്കും, അതുപോലെ ശ്രീ നരേന്ദ്രമോദിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യ ബഹുദൂരം മുന്നോട്ട് പോകുമ്പോൾ കേരളം പുറകോട്ട് പോകുന്നു. പത്തനംതിട്ടയിൽ കഴിഞ്ഞ 15 വർഷം ഇവിടെ വികസനമൊന്നും നടന്നിട്ടില്ല. അതുപോലെ തന്നെ കേരള സർക്കാരിന് ശമ്പളവും പെൻഷനും പോലും കൊടുക്കാൻ സാധ്യതയില്ലാത്ത ഒരു അവസരത്തിൽ അവർക്കും ഇവിടെ വികസനമൊന്നും കൊണ്ടുവരാൻ സാധ്യതയില്ല. കാരണം ഈ 3 സ്ഥാനാർത്ഥികളിൽ ഞാൻ തന്നെയാണ് വിജയിക്കേണ്ടത് ഇവിടുത്തെ നാട്ടുകാർ മുന്നോട്ട് പോകാൻ. ഇത് തന്നെയാണ് ഞാൻ എല്ലാ ദിവസവും നാട്ടുകാരോട് പറയുന്നത്. ഞാനിവിടെ ഓരോ ദിവസവും മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഞാനിവിടെ വിജയിക്കുമെന്ന് ഉറപ്പാക്കി കഴിഞ്ഞു. കാര്യം ഇവിടുത്തെ ജനങ്ങളെല്ലാം മാറ്റം ആഗ്രഹിക്കുന്നു. എവിടെ പോകുമ്പോഴും ജനങ്ങൾ എന്നോട് പറയുന്നത് ഇപ്പം തന്നെ ആയിരക്കണക്കിന് ജനങ്ങളുമായിട്ട് ഞാൻ ഇന്ററാക്ട് ചെയ്യുന്നു. അവരൊക്കെ ഒരുപാട് പേർ ഓരോ സ്ഥലത്തും പോകുമ്പോൾ അവരെന്നോട് പറയുന്നത് ചരിത്രത്തിൽ നമ്മൾ ഇതുവരെ കോൺഗ്രസ് പാർട്ടിക്ക് മാത്രമേ വോട്ട് ചെയ്തിട്ടുള്ളൂ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വേണ്ടി മാത്രമേ വോട്ട് ചെയ്തിട്ടുള്ളൂ, കേരള കോൺഗ്രസിന് വേണ്ടി മാത്രമേ വോട്ട് ചെയ്തിട്ടുള്ളൂ. പക്ഷേ ഇപ്രാവശ്യം ആദ്യമായിട്ട് അനിൽ ആന്റണിക്കും താമര അടയാളത്തിലും വോട്ട് ചെയ്യാൻ പോവുകയാണ്. എല്ലാവരും അതാണ് പറയുന്നത്. ഇതൊക്കെ കണ്ട് വിളറി പൂണ്ട് കോൺഗ്രസ്സുകാർ, കാര്യം പ്രത്യേകിച്ച് ഞാൻ ഒരു വർഷമായി ഞാൻ കോൺഗ്രസിൽ നിന്ന് മാറിയിട്ട് കഴിഞ്ഞ ജാനുവരിയിൽ കോൺഗ്രസിൽ നിന്ന് രാജിവെച്ചു. ഏപ്രിൽ 6-ാം തീയതി പാർട്ടിയുടെ ഫൗണ്ടേഷൻ ഡേയിൽ തന്നെ BJPയിൽ പ്രവേശിച്ചു. അത് കഴിഞ്ഞ് ഞാൻ ഭാരതീയ ജനതാ പാർട്ടിക്കും ശ്രീ നരേന്ദ്രമോദിജിക്കും വേണ്ടി വളരെ വളരെ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നു. ഞാൻ കഴിഞ്ഞ ഒരു വർഷമായി പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു. എന്ന് പാർട്ടി നേതൃത്വമാണ് എനിക്കിവിടെ ഒരു സീറ്റ് നൽകിയത്. ഞാൻ ഇവിടെയും ജനങ്ങൾക്ക് വേണ്ടി എന്തൊക്കെ ചെയ്യാൻ സാധിക്കുമെന്ന് മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ച് ഞാൻ മുന്നോട്ട് പോകും. പക്ഷേ ഇന്ന് പരാജയം മുന്നിൽ കണ്ട കോൺഗ്രസ് പാർട്ടി വിളറി പൂണ്ട് അവർ എന്തും എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അവർ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതൊന്നും നടക്കുന്നില്ല, അതിനൊന്നും എഫക്റ്റ് ഉണ്ടാകുന്നില്ല. ഇന്നലെ തന്നെ ശ്രീ MM ഹസന്റെ ഒരു പരാമർശം ഞാൻ കേട്ടു. അപ്പോൾ അദ്ദേഹവും ചെറുപ്പം മുതൽ എനിക്കറിയാവുന്ന ഒരു വ്യക്തിയാണ്. എനിക്ക് വിഷമമുണ്ടാക്കുന്ന ഇതാണ്. അതൊക്കെ ചെറുപ്പം മുതൽ എനിക്കറിയാവുന്നവരാണ്. പക്ഷേ നിർഭാഗ്യവശാൽ ഇവരുടെയൊക്കെ രാഷ്ട്രീയം ഇന്ന് ഈ രാഷ്ട്രീയമായിട്ട് എനിക്ക് പൊരുത്തപ്പെട്ടു പോകാൻ സാധിക്കുന്നില്ല. കാര്യം ഇന്ത്യ ഇന്ന് ഇവർ കാണുന്ന ഇവരുടെ കാലത്തുള്ളതല്ലെങ്കിൽ ഇവരുടെ രാഷ്ട്രീയ പൊളിറ്റിക്കൽ കരിയറിലുണ്ടായിരുന്ന ആ ഇന്ത്യ അല്ല ഇന്നത്തെ ഇന്ത്യ. ഇന്നത്തെ ഇന്ത്യ വളരെ ആസ്പിറേഷണലായിട്ടുള്ള വളരെ കോൺഫിഡൻ്റ് ആയിട്ടുള്ള ഒരു ഇന്ത്യയാണ്. ഇന്ന് ശ്രീ നരേന്ദ്രമോദിജിയുടെ നേതൃത്വത്തിൽ ഈ ഇന്ത്യ വളരെ നന്നായിട്ട് മുന്നോട്ട് പോകുന്നു. ഇന്ന് ജനങ്ങൾക്ക് അവസരങ്ങൾ വേണം, വികസനങ്ങൾ വേണം. ഇന്ന് ശ്രീ നരേന്ദ്രമോദിജിക്ക് അദ്ദേഹം ഇന്ന് ഇന്ത്യയുടെ നേതാവാണ്. ലോകത്തിലെ തന്നെ ഏറ്റവും ജനസമ്മതനായ നേതാവാണ്. ഈ ലോകത്തിലെ ഏറ്റവും ജനസമ്മതനായ നേതാവിന് ഇന്ന് അടുത്ത 25 വർഷത്തേക്ക് ഇന്ത്യയെക്കുറിച്ച് വളരെ വ്യക്തമായൊരു വിഷനുണ്ട്. അതായത് 2047 ആകുമ്പോഴത്തേനും ഇന്ത്യ ഒരു വികസിത രാഷ്ട്രമാക്കി മാറ്റുക. ഇതിനുവേണ്ടി ഞാൻ പ്രവർത്തിക്കുന്നു. എന്നെപ്പോലെ കോടിക്കണക്കിന് യുവാക്കൾ ഈ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു. ഇന്ന് ഭാരതീയ ജനതാ പാർട്ടി ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ പാർട്ടിയാണ്. ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഇരട്ടി മെമ്പേഴ്സ് ഉള്ളൊരു പാർട്ടിയാണ്. അതുപോലെ തന്നെ യുവാക്കൾ ഏറ്റവും കൂടുതൽ നമ്മുടെ പാർട്ടിയിൽ നിന്ന് ചേരുന്നത് യുവാക്കളാണ്. ഇന്ത്യ യുവാക്കളുടെ ഒരു രാഷ്ട്രമാണ്. നമ്മുടെ മീഡിയൻ ഏജ് 27 ആണ്. 65%-ലധികം 40 വയസ്സിൽ താഴെയുള്ളവരാണ്. ഇവരെല്ലാവരും ഇന്ന് ശ്രീ നരേന്ദ്രമോദിജിയിൽ ഇൻസ്പയർഡായി രാഷ്ട്രത്തിന് വേണ്ടിയും രാജ്യത്തിന് വേണ്ടിയും പ്രവർത്തിക്കാൻ വന്നവരാണ്. പക്ഷേ കോൺഗ്രസ് പാർട്ടിയിൽ ഇവരെ കാണുമ്പോൾ എനിക്ക് ശരിക്കും സഹതാപമാണ് തോന്നുന്നത്. കാര്യം ഇവരെല്ലാം ഇന്നും മറ്റൊരു യുഗത്തിൽ ജീവിക്കുകയാണ്. ഞാൻ പറയുന്നു, എൻ്റെ കൂറ് രാഷ്ട്രത്തോടാണ്, ഇവിടുത്തെ ജനങ്ങളോടാണ്. എനിക്കൊരു വിഷനുണ്ട്. ആ വിഷൻ ശ്രീ നരേന്ദ്രമോദിജിയുടെ വിഷനാണ്. ആ വിഷൻ എന്ന് പറഞ്ഞാൽ ഇന്ത്യയെ അടുത്ത 25 വർഷത്തിൽ ഒരു വികസിത രാഷ്ട്രമാക്കി മാറ്റുക. ഇതാണ് എൻ്റെ വിഷൻ. അല്ലാതെ മറ്റാർക്കും വേണ്ടിയല്ല ഞാൻ പ്രവർത്തിക്കുന്നത്. പക്ഷേ
ഇന്ന് കോൺഗ്രസ്സുകാർ ഇന്നും പറയുന്നു നമ്മുടെ കൂട് ഒരു കുടുംബത്തോടാണ്, നമ്മുടെ കൂട് ഗാന്ധി കുടുംബത്തോടാണ്, ഇങ്ങനെയൊക്കെ പറഞ്ഞ് നടക്കുന്നു. പക്ഷെ ഇതൊക്കെ ജനങ്ങൾ തിരസ്കരിച്ചതാണ്, ജനങ്ങൾ പിന്നെയും പിന്നെയും തിരസ്കരിക്കുന്നതാണ്.